വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ 4ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. പ്രവർത്തനം 1. വായിക്കാം എഴുതാം. അവിയൽ. മലയാളികളുടെ ഇഷ്ടവിഭവമാണ് അവിയൽ. അത്യന്തം സ്വാദിഷ്ടവും പോഷകപ്രദവുമായ ഒരു വിഭവമാണിത്. അവിയൽ ഉണ്ടായതിനെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. അതിലൊരു കഥയാണിത്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. ഒരിക്കൽ കൊട്ടാരത്തിൽ സദ്യ നടന്നപ്പോൾ കറി തികയാതെ വന്നു. പാചകശാലയിൽ ചെന്ന ഇരയിമ്മൻ തമ്പി അരിഞ്ഞുകൂട്ടിയ പലതരം പച്ചക്കറികളുടെ കഷ്ണങ്ങൾ കണ്ടു. അതെല്ലാം കൂടി ഒരു വലിയ ചെരുവത്തിലിട്ട് വേവിച്ച് എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കി. എന്നാൽ അത് വേറൊരു കറിയായി. ഊണിന് വിളമ്പി. നല്ല രുചിയും മണവുമുള്ള കറി. എല്ലാവർക്കും വലിയ ഇഷ്ടമായി. പുതിയ വിഭവത്തിന് പിടിവലിയായി. കൂടുതൽ സ്വാദോടെ ഈ വിഭവം വീണ്ടും ഉണ്ടാക്കി. അതിന് അവിയലെന്നു പേരിടുകയും ചെയ്തു. ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, പച്ചപ്പയർ, ബീൻസ്, വെള്ളരിക്ക, പാവയ്ക്ക, നേന്ത്രക്കായ, പച്ചമുളക് തുടങ്ങി വിവിധ ഇനം പച്ചക്കറികൾ അവിയലിൽ ചേർക്കാം. എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. അരിഞ്ഞ പച്ചക്കറികൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുന്നു. വെന്തു കഴിഞ്ഞാൽ തൈര് ഒഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ തൈരിന് പകരം പച്ചമാങ്ങയും ചേർത്തും അവിയൽ ഉണ്ടാക്കാറുണ്ട്. തുടർന്ന് തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചതച്ചിടുന്നു. വാങ്ങിയ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അവിയൽ തയ്യാർ. അവിയൽ ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഏത് വിഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിയൽ ഉണ്ടായത്? അപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ഓലൻ, കാളൻ, എരിശ്ശേരി, തോരൻ. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എന്താണ്? എരിശ്ശേരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ 2. വിവരണത്തിൽ അങ്ങേയറ്റം എന്ന പദത്തിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഏതാണ്? വിവിധ ഇനം, ചരുവം, കൂട്ടിവെച്ച, അത്യന്തം. അപ്പം അങ്ങേയറ്റം എന്ന് പറഞ്ഞ എന്താണ്? അത്യന്തം. 3ാമത്തെ ക്വസ്റ്റ്യൻ. പുതിയ വിഭവത്തിന് ആവശ്യക്കാർ തിരക്ക് കൂട്ടി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഏത്? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പുതിയ വിഭവത്തിന് പിടിവലിയായി. 4ാമത്തെ ചോദ്യം. അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെ? അപ്പം അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കറക്റ്റായിട്ട് ഇത് ലാസ്റ്റത്തെ പാരഗ്രാഫാണ്. വിവിധതരം പച്ചക്കറികൾ നീളത്തിലരിയുക. നീളത്തിലരിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ തൈര് ഒഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പച്ചമാങ്ങ ചേർത്തു. പിന്നെ തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചതച്ചിടുന്നു. വാങ്ങിയ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അപ്പോൾ അവിയൽ തയ്യാർ. അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം എന്താണ്? പരിപ്പ്, വെണ്ടയ്ക്ക തുടങ്ങിയ അവിയൽ ഉൾപ്പെടുത്താത്തതിനാൽ, പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെട്ടതിനാൽ, തൈര് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതിനാൽ, വിവിധ ഇനം മസാലക്കൂട്ടുകൾ ചേർക്കുന്നതിനാൽ. ഉത്തരം ഏതാണ്? ബി. പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നതിനാൽ. നെക്സ്റ്റ് പ്രവർത്തനം 2. പോസ്റ്റർ തയ്യാറാക്കാം. പക്ഷിവിഷബാധ കുട്ടികൾ ആശുപത്രിയിൽ. തോട്ടങ്ങളിൽ വ്യാപകമായ എൻഡോസൾഫാൻ പ്രയോഗം. പച്ചക്കറികൾ വ്യാപകമായ കീടനാശിനി പ്രയോഗം. 500 കിലോഗ്രാം ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചു. മാറാരോഗങ്ങൾ പെരുകുന്നു. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കുക. ഒരു പോസ്റ്റർ എഴുതാം. ഇന്നു മുതൽ മാറ്റം വരുത്തുക. സുസ്ഥിരവും സുരക്ഷിതവുമായ ഒരു ആരോഗ്യ പരിസ്ഥിതി ഉണ്ടാക്കുക. അടുത്തേതാ? നല്ല ഭക്ഷണം, നല്ല ആരോഗ്യവും നമ്മുടെ പ്രാഥമിക ലക്ഷ്യം. അല്ലെങ്കിൽ ആരോഗ്യമാണ് സമ്പത്തായ അസൽ സമ്പത്ത്. അപ്പം നിങ്ങൾ പോസ്റ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു പോസ്റ്ററിൻ്റെ ഫോർമാറ്റിലൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് പോസ്റ്റർ ഉണ്ടാക്കുക. അടുത്തത് പ്രവർത്തനം 3. ആത്മകഥ. എന്നെ തൂക്കി വിൽക്കല്ലേ. വളരെ നേരിയ ശബ്ദത്തിലുള്ള തൂമ്പയുടെ ഒരു കരച്ചിൽ ആരു കേൾക്കാൻ? ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിൽ നിന്ന് തോളിലേറ്റിയാണ് എന്നെ നാണുവേട്ടൻ കൊണ്ടുപോയത്. എന്തൊരു സ്വീകരണമായിരുന്നു! പാടങ്ങളും പറമ്പുകളും കിളച്ചുമറിക്കുന്ന ഒരു സുവർണകാലം. പൊന്നുപോലെ പരിപാലിച്ചവർ. കല്ലിൽ തട്ടി വക്കുമടങ്ങിയപ്പോൾ ഉണ്ടായൊരു വേദന. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. വേദനിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും തൂമ്പ തൻ്റെ ജീവിതം ഓർത്ത്. അപ്പം നമുക്ക് തൂമ്പയുടെ ഒരു ആത്മകഥ എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ തൂമ്പയുടെ ഒരു ആത്മകഥ ഇവിടെ റഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുന്നത് നന്നായിട്ട്. കാരണം ഞാൻ ഒത്തിരി വായിച്ചാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തായിപ്പോവും. GLP സ്കൂൾ കനകമലയുടെ 100ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി കായികമേള സംഘടിപ്പിക്കുന്നു. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീ PR ശ്രീജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന കായികമേളയിലേക്ക് ജനങ്ങളെ അറിയിക്കുന്നതിനായി ഒരു വിളംബരം തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ വിളംബരം നമുക്ക് നോക്കാം. GLP സ്കൂൾ കനകമലയുടെ 100ാം വാർഷികാഘോഷം.
കായികമേള. GLP സ്കൂൾ കനകമലയുടെ ചരിത്രത്തിൽ ഒരു പൊൻമിഴിയൊരുക്കി 100ാം വാർഷികം ആചരിക്കുന്നു. ഈ സുവർണ്ണ ചിലങ്കയുടെ ഭാഗമാകുക നിങ്ങൾക്കും. ആഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി കായികമേള സംഘടിപ്പിക്കുന്നു. തീയതി 2023 ഡിസംബർ 20 ബുധനാഴ്ച. സമയം രാവിലെ 9 മണി. സ്ഥലം GLP സ്കൂൾ മൈതാനം. കായികമേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീ PR ശ്രീജേഷ് ആയിരിക്കും. വിഭാഗം തോറുമുള്ള മത്സരങ്ങൾ, പുരസ്കാരങ്ങൾ, ആഘോഷ പരിപാടികൾ തുടങ്ങിയവ കായിക പ്രേമികളുടെ ഹൃദയം പിടിച്ചടക്കാൻ സജ്ജമാണ്. എല്ലാവരും സാദരം ക്ഷണിക്കുന്നു. കായിക താളത്തിൻ്റെ ഈ ആവേശത്തിൽ പങ്കാളികളാകുക, ഈ ചരിത്രത്തിൻ്റെ ഭാഗമാകുക. സംഘാടനം GLP സ്കൂൾ കനകമല 100ാം വാർഷികാഘോഷ കമ്മിറ്റി. പ്രവർത്തനം 5. വരികൾ കൂട്ടിച്ചേർക്കാം. അഴകേറുന്നൊരു കേരള നാടിൻ കാഴ്ചകൾ കാണാൻ എന്തു രസം, കുന്നും പുഴയും മാമണിമേടും പച്ച പുതച്ചൊരു നെൽവയലും. അപ്പോൾ ഈ ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. കവിതയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ വരികളും കൂട്ടിച്ചേർക്കണം. അതുപോലെ തന്നെ കവിതയ്ക്കൊരു പേര് വിടണം. അപ്പോൾ എനിക്ക് കവിത ചൊല്ലാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിത് ചൊല്ലുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് കേരളത്തിൻ്റെ മണമുള്ള കാഴ്ചകൾ എന്നതാണ്. ലാസ്റ്റത്തെ പ്രവർത്തനം 8. ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. പുഴയിൽ കുളിക്കാൻ പോയപ്പോഴാണ് കിച്ചുവിന് കുഞ്ഞു മീനിനെ കിട്ടിയത്. തോർത്തുമുണ്ടെടുത്ത് കോരിയെടുത്താണ് കൂടെയുണ്ടായിരുന്ന മീനുകളെയെല്ലാം നൊടിയിടയിൽ തെന്നിമാറി. കുഞ്ഞു മീൻ മാത്രം തോർത്തിൽ കുടുങ്ങി. കിച്ചുവിൻ്റെ കുഞ്ഞു മീനിനെ ചില്ലുഭരണിയിലെ വെള്ളത്തിലിട്ടു. തിളങ്ങുന്ന ചെതുമ്പലുകളുള്ള നല്ല ചന്തമുള്ള മീൻ. അരിമണി തിന്നാൻ കൊടുത്തു. കുഞ്ഞു മീൻ അത് കണ്ടതായി പോലും ഭാവിച്ചില്ല. എപ്പോഴും ഒരേ നിൽപ്പ്. നീന്താറുമില്ല, മുങ്ങാൻ കുഴിയിടാറുമില്ല. നിനക്ക് എന്തു പറ്റി? കിച്ചു ചോദിച്ചു. അതിനൊരു മറു ചോദ്യമാണ് കുഞ്ഞുമീൻ ചോദിച്ചത്. നീ ഇന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു? കിച്ചു അവൻ കണ്ട കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. അങ്ങാടിയിൽ പോയതും, വണ്ടികൾ കണ്ടതും, സ്കൂളുകൾ കൂട്ടുകാരുമായി കളിച്ചതും, മഴവെള്ളത്തിൽ കടലാസ് തോണി ഇറക്കിയതും എല്ലാം അവൻ പറഞ്ഞു. എൻ്റെ കാര്യമോ? വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാരെല്ലാം പുഴയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാവും. അവർ എന്തെല്ലാം കളികൾ കളിക്കുന്നുണ്ടാവും. കുഞ്ഞുമീൻ സങ്കടപ്പെട്ടു. കിച്ചുവിനും അത് കേട്ട് സങ്കടമായി. അവൻ ചില്ലുഭരണിയും എടുത്ത് പുഴവക്കത്തേക്ക് നടന്നു. കഥ വായിച്ചല്ലോ. കഥയ്ക്കൊരു നല്ല ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് എഴുതി വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ വീഡിയോ കാണാത്തൊരു പോയി കാണുക. പിന്നെ നമ്മൾ എഴുതി പുസ്തകം മലയാളം ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് വേണം ഇപ്പോൾ എക്സാം എഴുതാൻ പോകാൻ.